ഹാഷിം ചുങ്കപ്പാറയാണ് വീട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധങ്ങൾക്ക് ഈ ലിബറലിസവും നാസ്തികതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഈ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഒറ്റ കാരണത്താൽ ഉണ്ടാകുന്നതായിരിക്കില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു വിശകലന രീതിയാണ്. വർഗസംഘർഷം, ഇതുകൊണ്ടാണ് ലോകത്തെല്ലാ കാര്യവും ഉണ്ടാകുന്നത്, എല്ലാത്തിനെയും അങ്ങനെ വിശകലനം ചെയ്യുക എന്നത്. സമൂഹം വളരെ സങ്കീർണത, കോംപ്ലക്സിറ്റിയുള്ള ഒന്നാണ്. നമ്മുടെ ശരീരം പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ പലതും സംഭവിക്കുന്നത് ഒറ്റ കാരണത്താലല്ല. നമുക്ക് അസുഖം വരുന്നത് ഭക്ഷണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, നമ്മളുടെ ജീവിത രീതികളുടെ പ്രശ്നം ഉണ്ടാവും, പാരമ്പര്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചുറ്റുപാടിൻ്റെ പ്രശ്നം ഉണ്ടാവും, പല ഘടകങ്ങളുണ്ടാവും. മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പല ഘടകങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ഏത് പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ആ പ്രശ്നത്തിൻ്റെ പിന്നിൽ ലിബറലിസം ഉണ്ടോ എത്തീസം ഉണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതേസമയം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുടെ ഒരു മർമ്മം, ലോകത്തിൻ്റെ തന്നെ പ്രശ്നങ്ങളുടെ ഒരു മർമ്മം അതാണ്. ഇതിൽ രണ്ടിൻ്റെയും പങ്കുണ്ട്. കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന കുറേ മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ആ മനുഷ്യരെ അടിച്ചോടിച്ചിട്ട് അവിടെ ജൂതന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തി. ഈ ജൂതന്മാരെ കുടിയിരുത്താൻ കാരണമായതെന്താ? ഹിറ്റ്ലർ, എത്തീസ്റ്റായ ഹിറ്റ്ലർ അല്ലേ, അല്ലെങ്കിൽ ഒരു മതധാർമ്മികതയും പാലിക്കാത്ത ഹിറ്റ്ലർ ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇന്ന് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് പോലെ അന്ന് ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ജൂതവിരോധം, ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇതിന് കാരണം ഒരു മതവുമല്ല, മറിച്ച് ഭൗതികവാദമാണ്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച നോവോ ഹരാരിയുടെ പുസ്തകത്തിൽ ഒരു മത സ്വാധീനവുമില്ലാത്ത ഭൗതികവാദം, ലിബറലിസത്തിലും കമ്മ്യൂണിസത്തിലും ഉൾപ്പെടെ മതത്തിൻ്റെ ചില സ്വാധീനങ്ങളുണ്ട്. ഒരു മതസ്വാധീനവും ഇല്ലാത്ത പ്യുവർ സയൻസിനെ, പരിണാമശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്താസരണിയും രാഷ്ട്രീയ പദ്ധതിയുമായിട്ടാണ് ഫാഷിസത്തെ വിശദീകരിക്കുന്നത്. ആ ഫാഷിസമാണ് ഇത്രയും ജൂതന്മാരെ കൊന്നത്. അതിന് പരിഹാരമായിട്ട് മനുഷ്യർ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് അവർ ആട്ടിപ്പായിച്ചിട്ട് അവിടെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു. ഇതൊക്കെ ഒരു നേരും നിറയുമില്ലാത്ത ഭൗതികവാദത്തിൻ്റെ ഫലമായിട്ട് അന്ന് സാമ്രാജ്യ ശക്തിയായിരുന്ന ബ്രിട്ടനാണത് ചെയ്തത്. പിന്നീട് അമേരിക്ക, ഇതേപോലുള്ള അമേരിക്കയാണ് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ മുതലാളിത്തം, സാമ്രാജ്യത്വം, ലിബറലിസം മുതലായ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ പേരിലാണെന്ന് പറയാൻ പറ്റില്ല. അതിന് വേറെയും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായി എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ, ഏത് പ്രശ്നത്തെയാണെന്ന് പറഞ്ഞ് അത് വിശകലനം ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള സങ്കീർണതകളും വ്യത്യസ്ത ഘടകങ്ങളും ഒക്കെ നമുക്ക് അപഗ്രഥിക്കുവാൻ സാധിക്കുക. ഹാഷിം